ബാക്കിയുള്ളൂ. അതെ. പ്രതികൾ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് 6 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നിയമവശം ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് MLA സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് കൺവിക്റ്റ് ആണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള ഇലക്ഷനുകളിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതലുള്ള ശിക്ഷയുള്ളതുകൊണ്ട് അതെ 2 കൊല്ലത്തിന് മുകളിലോട്ടുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ MLA സ്ഥാനം നഷ്ടപ്പെടും. അത് അതിനെക്കുറിച്ച് നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഉള്ളത് പ്രസന്റ് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് അപ്പീൽ പോയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രതികളാണ് തീരുമാനിക്കേണ്ടത്. അപ്പീൽ ഫണ്ടായിരിക്കും. അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ജയമോഹൻ എൻ്റെ കൂടെ ഇന്ന് പ്രസൻ്റാണ്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ്റെ കുറിച്ചുള്ള ഒരു ഫൈൻഡിങ് അന്നത്തെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാസ്സാക്കിയ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയുള്ള ഒരു തിരിമറി നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മേലുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് അതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് മേലിൽ വകുപ്പ് തല അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിന് മേളിൽ ഓഫീസർ സുപ്രീം കോടതിയിൽ പോയാണ് ആ നിരീക്ഷണങ്ങൾ മാറ്റിയെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓഫീസറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഓഫീസറുടെ ഭാഗത്തു നിന്നല്ല ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, വേറെ ഏതോ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ ഓഫീസറും ഹൈക്കോടതി വിജിലൻസിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജയമോഹൻ സാറ് അതെ വലിയ